കാത്തിരുന്നൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി ഒരു ദൗത്യം തുടങ്ങുകയാണ്. ഹൃദയവുമായി കൊച്ചിയിലേക്ക് പോകുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ അതിപ്രധാനമായ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം തുടങ്ങുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വാഹനത്തിൽ കയറ്റി മെഡിക്കൽ കോളേജിന് തൊട്ട് പരിസരത്ത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുള്ള ഹെലികോപ്റ്ററിലേക്ക് ഇനി എത്തിക്കുക, ആംബുലൻസിലേക്ക്, എയർ ആംബുലൻസിലേക്ക് എത്തിക്കുക എന്നതാണ് ദൗത്യം. നേരത്തെ ഉദ്ദേശിച്ചതിനേക്കാൾ അല്പം വൈകിയെങ്കിലും പക്ഷേ വളരെ വലിയ ക്രമീകരണങ്ങളുടെ, വിപുലമായ ക്രമീകരണങ്ങളുടെ ആ ദൗത്യത്തിന് തുടക്കമാകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള അതിപ്രധാനമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഹെലിപ്പാഡിലേക്ക് എത്തിക്കുകയാണ്. ഹെലിപ്പാഡ് വളരെ അടുത്താണ്, വളരെ അടുത്താണ്. വളരെ വേഗത്തിൽ അവിടെ നിന്ന് എയർ ആംബുലൻസിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എയർ ആംബുലൻസ് അല്പസമയത്തിനകം പറന്നുയരും, എറണാകുളത്തേക്ക് പോകും. എറണാകുളം ജനറൽ ആശുപത്രിയാണ് ശസ്ത്രക്രിയ നടക്കേണ്ടത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ജില്ലാതലത്തിലെ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്ന അതിപ്രധാനമായ ഒരു ആരോഗ്യരംഗത്തെ നേട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ജിബിൻ JB നമുക്കൊപ്പം ഉണ്ട്. ജിബിൻ, ഒപ്പം AK സ്റ്റെഫിനും നമുക്കൊപ്പം ഉണ്ട്. സ്റ്റെഫിൻ ഇതാ പുറപ്പെടുകയാണ്. അതേ രതീഷ്, ആ ചരിത്രപരമായ നിയോഗത്തിലേക്ക് ഹെലികോപ്റ്റർ പറന്നുയരാൻ പോകുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഡോക്ടർമാർ എത്തി. അതോടൊപ്പം തന്നെ ഹൃദയവുമായിട്ടുള്ള പ്രത്യേകം ആ ഹൃദയമടങ്ങുന്ന ആ കണ്ടെയ്നർ അത് എയർ ആംബുലൻസിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ ഇത് പറന്നുയരും. അതിനുശേഷം മാത്രമേ ഏതായാലും ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് അതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും നീക്കുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും ഡോക്ടർമാർ അതിൻ്റെ പുറത്തുണ്ട്, ആ ആംബുലൻസിന് പുറത്തുണ്ട്. ഒപ്പം തന്നെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയത്. നമുക്ക് ആ വാഹനം ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം തന്നെ ഈ ചരിത്രപരമായ ഒരു നിയോഗത്തിന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിമാനകരമായ നേട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഒരുപാട് പേർ ഇന്ന് രാവിലെ മുതൽ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റും, അല്ലെങ്കിൽ ഈ മൈതാനത്തിന് ചുറ്റും വന്ന് നിൽക്കുന്ന കാഴ്ചകളും കണ്ടു. ഇനി ഏതായാലും ആ വാഹനം മടങ്ങിപ്പോയിട്ടുണ്ട്. ആ വാഹനത്തിൽ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ പ്രത്യേക ഹൃദയം ഉള്ള കണ്ടെയ്നറും ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം ആളുകൾ മാറുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഇത് പറന്നു വരും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ചെറിയ ചോപ്പറാണ്, അധികം പേർക്ക് ഇരിക്കാൻ കഴിയുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. എറണാകുളത്ത് വന്ന ഡോക്ടർമാരാണോ ഈ ഹൃദയവുമായി പോകുന്നത്, അതോ ഇവിടുത്തെ ഡോക്ടർമാർ അങ്ങോട്ട് പോവുകയാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം? രതീഷ്, അത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരം ഇവിടെ നിന്ന് നൽകാൻ കഴിയുകയില്ല. ഏതായാലും 2 ഡോക്ടർമാർ ആ ആംബുലൻസിലേക്ക് കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ പൈലറ്റ് നേരത്തെ തന്നെ ആംബുലൻസിൽ കയറിയിരിപ്പുണ്ട്. ഇപ്പോൾ ഏതായാലും ആ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകളെല്ലാം പ്രത്യേകമായി കൃത്യമായ അകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെ തുടിപ്പാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണേണ്ടത്. അതൊരു യന്ത്രമല്ല, ഒരു ഹെലികോപ്റ്റർ മാത്രമല്ല, അതൊരു ജീവന്റെ തുടിപ്പാണ്. ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് അതിപ്രധാനമായ ജീവൻ രക്ഷാ ദൗത്യവുമായി ഉയരുകയാണ്. മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്ന് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുള്ള കാഴ്ചയാണിത്. തത്സമയ ദൃശ്യമാണ്. അതിമഹത്തായൊരു അവയവദാനത്തിൻ്റെ ചരിത്രം എഴുതി ചേർക്കാൻ പോവുകയാണ്. ഷിപ്സൺ ഏവിയേഷൻ്റെ ഹെലികോപ്റ്ററാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെലികോപ്റ്റർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഷിപ്സൺ. സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ മുഖ്യമന്ത്രി യാത്ര ഉൾപ്പെടെ ഷിപ്സൺ ഏവിയേഷൻ അതിൻ്റെ ചുമതല വഹിക്കാറുണ്ട്. ഷിപ്സൺ ഏവിയേഷൻ ഒരു വളരെ മികച്ച ഒരു സ്റ്റാർട്ടപ്പ് എന്ന ലൈനിൽ തന്നെ വന്ന് ഇപ്പോൾ കേരളത്തിൽ വളരെ സജീവമാണ്. അവരുടെ എയർ ആംബുലൻസാണ് ഇത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് എന്ന് പറയേണ്ടി വരും. അക്കാര്യം നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും വിശദീകരിച്ചതാണ്. രാജ്യത്ത് തന്നെ ആദ്യമായി ജില്ലാതലത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. അതും ഒരു 22 വയസ്സുകാരിക്കാണ്. അതിനുമൊരു നിയമ പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. നേപ്പാൾ സ്വദേശിയാണ് ആ പെൺകുട്ടി, ദുർഗ. ആ പെൺകുട്ടിക്ക് ഇന്ത്യയിലെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ അത് പുറത്തുള്ള ആളുകൾക്ക് അങ്ങനെ അവയവദാനം എന്നത് നിയമപരമായി അതിന് സാധ്യതയില്ല. അതേസമയം ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി മാനുഷികമായി ഇടപെട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ദൗത്യം നടക്കുന്നത്. 22കാരിയിൽ നേപ്പാൾ സ്വദേശിനിയിൽ ഹൃദയം മാറ്റിവെക്കാൻ പോകുന്നത്. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തൊട്ടുമുള്ള മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് സഞ്ജു വി സാംസണും ബേസിനുമൊക്കെ കളിച്ചു വളർന്ന നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത ആ ഗ്രൗണ്ടിൽ നിന്ന് RCCയും ശ്രീചിത്രയും SITയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ഒക്കെ ഉള്ള ആതുരാലയങ്ങളുടെ ആ കേന്ദ്രത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിന് വേണ്ടി അവയവവുമായി ഇതാ കൊച്ചിയിലേക്ക് യാത്ര തുടങ്ങുകയാണ്.
കെ സ്റ്റെഫിൻ തുടരുന്നു. ഒപ്പം ജിബിൻ ജേബിയുണ്ട്. കൊച്ചിയിൽ നിന്ന് സ്നേഹമോൾ നൈനുണ്ട്. സ്റ്റെഫിനിലേക്കാണ്. സ്റ്റെഫിൻ, ഇപ്പോഴത്തെ യാത്ര പുറപ്പെടുകയാണ്. എത്ര സമയം കൊണ്ട് കൊച്ചിയിലേക്ക് എത്തും, എറണാകുളത്തേക്ക് എത്തും? നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ആളുകളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിനകം സമയം മാത്രം മതി ഇത് കൊച്ചിയിലേക്ക് എത്തുന്നതിന് വേണ്ടി. അവിടെയും എല്ലാ സജ്ജീകരണങ്ങളും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് പറന്നു വരുന്നു കഴിഞ്ഞാൽ കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ഒരു ഹെലികോപ്റ്റർ കൂടിയാണ്. ആ ഹെലികോപ്റ്റർ അതിൻ്റെ ആ ചിറക് അടിച്ച് ഉയരുകയാണ്. ആ ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ടു ഇവിടെ ഫയർ എഞ്ചിൻ്റെയൊക്കെ പ്രത്യേക വാഹനങ്ങൾ വന്ന് ഈ പൊടിയൊക്കെ അധികം ഉയരാതിരിക്കാൻ വേണ്ടി ഓരോ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ചുറ്റുപാടുമൊക്കെ നമുക്ക് നിൽക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കുറച്ച് പൊടികൾ മാത്രമേ ഉയർന്നിട്ടുള്ളൂ. ഇപ്പോൾ ഏതായാലും ആ ചരിത്ര നേട്ടത്തിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ മണ്ണിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചരിത്രപരമായ നിയോഗത്തിന് വേണ്ടി ഒരു എയർ ആംബുലൻസ് പറന്നുയരുന്നത്. അത് ആരോഗ്യ മേഖലയ്ക്ക് സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് പറന്നുയർന്നിരിക്കുന്നു